ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതന ചെടിയെക്കുറിച്ചാണ്. വഴുതനയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് വളപ്രയോഗവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഗ്രോ ബാഗിലൊക്കെ ഈ വഴുതനയൊക്കെ കായ്ച്ചു നിൽക്കുന്നത്. വഴുതനയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആക്കൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ വിളവെടുപ്പും കാണിക്കാറുണ്ട്. പല തരത്തിലുള്ള വഴുതനയുണ്ട്. വെള്ള വഴുതന, പച്ച വഴുതന, വയലറ്റ് വഴുതന, ഉണ്ട വഴുതന, അങ്ങനെ ഒരുപാട് കളറിലുള്ള വഴുതനകളുണ്ട് കേട്ടോ. ഞാൻ പല വെറൈറ്റിയും നട്ട് പിടിപ്പിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു, ഇതിൽ നിന്നൊക്കെ ഒരുപാട് തവണയാണ് ഈ വഴുതനയൊക്കെ വിളവെടുത്ത്. അപ്പോൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, വഴുതന ചെടി വാടിപ്പോകുന്നു, അതുപോലെ തന്നെ ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, കായ ആകുന്നില്ല, അങ്ങനെയൊക്കെ കുറേ പരാതികൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക. പാകി കിളിർപ്പിച്ച് നമുക്ക് തൈകളൊക്കെ ഇതുപോലെ പറിച്ച് മാറ്റി നടാം. അതായത് പൊട്ടി മിക്സൊക്കെ നമ്മൾ മണ്ണൊരുക്കുമ്പോൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം തൈകളൊക്കെ നട്ട് കൊടുക്കാനായിട്ട്. കുമ്മായം ഇട്ട് ഒരു 12-15 ദിവസം കഴിഞ്ഞ് അതിലോട്ട് വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി നമുക്ക് തൈകളൊക്കെ നട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രോ ബാഗിലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. ടെറസിൽ ഗ്രോ ബാഗിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ ഗ്രോ ബാഗിൽ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകൾ നിറച്ച് മണ്ണിൻ്റെ അളവ് വളരെ കുറച്ചാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല വളക്കൂറുള്ള നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ ദിവസവും നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് നോക്കണം, കീടങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. നമ്മുടെ നിരീക്ഷണമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായ്കളാണ് കേട്ടോ അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ 2 വർഷമായ തൈയാണ് ഈ പച്ച വഴുതനയൊക്കെ. ഒരുപാടാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തത്. ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും പുതിയ പുതിയ ശാഖകൾ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ വഴുതനാച്ചെടിയിൽ കാണുന്ന ഒന്നാണ് ഉറുമ്പിൻ്റെ ശല്യം, ആമവണ്ട്, വെള്ളീച്ച, ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയുമാണ് കേട്ടോ ഇന്നതിൽ നിന്ന് വിളവെടുത്തത്. ഒരുപാട് തവണയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ ഇതുപോലെ വിളവെടുക്കാറ്. നമ്മുടെ ആവശ്യത്തിനും അതിനപ്പുറവും നമുക്കിതിൽ നിന്ന് കിട്ടാറുണ്ട്. ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ജൈവവളം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വീണ്ടും വീണ്ടും കായ്ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ആ വളമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ഞാനിവിടെ കൂടുതലും ചാണകപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ചാണകപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ വേറൊരു വളം കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് സൂപ്പർ മീൽ എന്ന് പറയും. എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വളമാണ് കേട്ടത് ഈ സൂപ്പർ മീൽ എന്ന് പറയുന്നത്. ഇത് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 3-4 പിടി ഈ ചാണകപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി നമുക്കിത് എല്ലാത്തരം ചെടികൾക്കും ഇട്ട് കൊടുക്കാം. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ ലെതർമീൽ എല്ലാം അടങ്ങിയൊരു കൂട്ടുവളമാണിത്. ഞാനിവിടെ വെണ്ടയ്ക്ക്, വഴുതനയ്ക്ക്, തക്കാളിക്കൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 3 പിടി ഈ സൂപ്പർ മീൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചാണകപ്പൊടിയും ഈ സൂപ്പർ മീലും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഓരോ 10 ദിവസം കൂടുമ്പോൾ ഈ ചാണകപ്പൊടി അതുപോലെ ഈ സൂപ്പർ മീലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി തന്നെ നമ്മുടെ ചെടി വളർന്നു വരും. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചെടികളുടെ ഇലയിലും
തണ്ടിലുമൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വാട്ടരോഗമൊന്നും ഇല്ലാതെ നമ്മുടെ ചെടി നന്നായി തന്നെ വളർന്നു വരും. അപ്പോൾ നമുക്കിനി ഈ വളം എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചുവട്ടിലുള്ള മണ്ണ് ഇതുപോലെ വേരൊന്നും പൊട്ടിപ്പോവാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാണ്. നല്ല ഇളക്കമുള്ള, നല്ല നീർവാർച്ചയുള്ള, നല്ല വളക്കൂറുള്ള മണ്ണിലൊക്കെ തൈകൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും. അപ്പോൾ ഈ മണ്ണൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഇളക്കമുള്ള മണ്ണാണ്. മണ്ണൊന്നും കട്ട പിടിച്ച് പോയിട്ടില്ല. ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച വളക്കൂട്ടെ ഒരു 1-2 പിടി ചുറ്റുഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ ചാണകപ്പൊടിയും സൂപ്പർ മീലും മിക്സ് ആക്കിയതാണിത്. ഈ സൂപ്പർ മീൽ ഇല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണ് ഉള്ളത് അതിട്ട് കൊടുക്കുക. ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാനിവിടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ മാറി മാറി ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു വട്ടം ഈ വളം കൊടുക്കുകയാണെങ്കിൽ പിറ്റത്തെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കും. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് ചെടിയെ അവിടെ ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഒരു അര ഭാഗത്തോളം പൊട്ടി മിക്സ് നിറക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ സ്യൂഡോമോണസ് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റും ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വാട്ടരോഗത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ സ്യൂഡോമോണസ്. അപ്പോൾ അതാ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വളവും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക. മഴയൊക്കെ ഉള്ളൊരു സമയത്താണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് നമ്മുടെ ചെടി നശിച്ചു പോകും. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെടികൾക്ക് വളങ്ങളൊക്കെ കൊടുക്കാറ്. ആഴ്ചയിലൊരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയും എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വഴുതനാ ചെടിയിൽ കാണുന്ന ഒന്നാണ് ഉറുമ്പിൻ്റെ ശല്യം, വെള്ളീച്ച, പുഴുക്കളുടെ ശല്യമൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറ് ബിവേറിയ എന്ന് പറയുന്ന ഈ ജൈവ കീടനാശിനിയാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളുടെ അടിയിലും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതും വളങ്ങൾ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലാത്തവർ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് കൊടുക്കുക. കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്, അതിൻ്റെ മുമ്പ് തന്നെ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്യൂഡോമോണസ് തളിച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വഴുതന നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേർ പറയുന്നു ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല, ഉണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു. ഞാനിവിടെ ഫിഷ് അമിനോ ആസിഡ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാ പൂക്കളും കായായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.